2014 മോഡി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ മുഗൾ രാജാക്കന്മാരോടുള്ള ഒരു അവഗണന നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. മുഗൾ ചരിത്രത്തെയും അവരുടെ നിർമ്മിതികളെയും ഒക്കെ താഴ്ത്തിക്കെട്ടുന്ന പ്രവണത ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അടക്കം നേതൃത്വത്തിൽ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാഠപുസ്തകങ്ങളിൽ നിന്നെല്ലാം ചരിത്രങ്ങൾ വെട്ടിമാറ്റുന്നത് പോലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതേസമയം കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഇതേ മുഗൾ രാജാക്കന്മാരുടെ നിർമ്മിതികൾ ഭരണകൂടത്തിന് വലിയ നികുതി ലാഭമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ചരിത്രത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള പദ്ധതികൾ, മറുഭാഗത്ത് അതേ ചരിത്ര നിർമ്മിതികൾ ഉപയോഗിച്ച് വരുമാനം കൊയ്യുകയും ചെയ്യുന്ന പദ്ധതികൾ. സാംസ്കാരിക മന്ത്രാലയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പുറത്തുവിട്ട ചില കണക്കുകളാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രധാന മുഗൾ സ്മാരകങ്ങളായ താജ്മഹൽ, കുത്തുബ് മിനാർ, ചെങ്കോട്ട, ആഗ്ര കോട്ട, മഹാരാഷ്ട്രയിലെ റാബിയ ദുറാനിയുടെ ശവകുടീരം, ഈ 5 നിർമ്മിതികളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ കണക്കുകളാണ് സാംസ്കാരിക മന്ത്രാലയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ചത്. BJP ഭരണത്തിലേറിയ ശേഷം ഈ 5 സ്ഥലങ്ങളിൽ നിന്നും മാത്രമുള്ള വരുമാനത്തിൽ 548 കോടിയിലധികം രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്ക് ഓരോ കണക്കുകൾ പരിശോധിച്ച് നോക്കാം. ആദ്യം താജ്മഹൽ, ഇന്ത്യയുടെ വൈവിധ്യം ലോകത്തിന് കാണിച്ച മഹാത്ഭുതം. ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിത പ്രണയ കൊട്ടാരം. 1632 മുതൽ 48 വരെയുള്ള കാലയളവിലാണ് താജ്മഹൽ പണി കഴിപ്പിക്കുന്നത്. ലോകത്തെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്ന്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ 2019 മുതൽ 20 വരെയും 23 മുതൽ 24 വരെയുമുള്ള 5 വർഷത്തെ കാലയളവിൽ 297.33 കോടിയാണ് വരുമാനം കൊടുത്തത് ഗവൺമെന്റിന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ 10 വർഷത്തിനുള്ളിൽ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം 536.62 കോടിയാണ് താജ്മഹൽ നേടിക്കൊടുത്തത്. അടുത്തത് കുത്തബ് മിനാറാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രശസ്തമായ 2ാമത്തെ ചരിത്ര നിർമ്മിതി. സൗത്ത് ഡൽഹിയിലെ മെഹ്റോളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുത്തുബുദ്ദീൻ ഐബക്കും ഷംസുദ്ദീൻ ഇൽത്തുമിഷും ചേർന്ന് നിർമ്മിച്ച കുത്തബ് മിനാർ പാർലമെന്റിൽ സമർപ്പിച്ച ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടെ 92.13 ലക്ഷം വിനോദസഞ്ചാരികളാണ് കുത്തബ് മിനാർ സന്ദർശിച്ചത്. 63.74 കോടി രൂപയുടെ വരുമാനവും നേടിയിട്ടുണ്ട്. 10 വർഷത്തെ ടിക്കറ്റുകൾ വിറ്റ കണക്ക് മാത്രം പരിശോധിച്ചാൽ ആഭ്യന്തര വിദേശ സഞ്ചാരികളിൽ നിന്നായി 178.08 കോടി രൂപ കുത്തബ് മിനാർ ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, രാജ്യ തലസ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന ചെങ്കോട്ട എന്ന പ്രശസ്തമായ മുഗൾ നിർമ്മിതിയാണ്. റെഡ് ഫോർട്ട്. ഓരോ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുവർണ്ണ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന അതേ ചെങ്കോട്ട. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടെ 90 ലക്ഷം സഞ്ചാരികളാണ് ചെങ്കോട്ട സന്ദർശിച്ചത്. 54.32 കോടി രൂപ ചെങ്കോട്ടയിൽ നിന്ന് വരുമാനം ലഭിച്ചിട്ടുണ്ട്. 2014 മുതൽ 10 വർഷത്തിനുള്ളിൽ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് മാത്രം 140 കോടി രൂപയാണ് ചെങ്കോട്ടയിൽ നിന്നുള്ള വരുമാനം. യുനെസ്കോയുടെ ആഗോള പൈതൃക ഇടമായ ആഗ്ര കോട്ടയാണ് മറ്റൊന്ന്. താജ്മഹലിന് തൊട്ടടുത്ത് ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര കോട്ട മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. 1565 മുഗൾ ചക്രവർത്തിയായ അക്ബറാണ് ആഗ്ര കോട്ട നിർമ്മിച്ചത്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം 2015 മുതൽ 24 സെപ്റ്റംബർ വരെ ഏകദേശം 2 കോടി പേരാണ് ആഗ്ര കോട്ട സന്ദർശിച്ചത്. മൊത്തം വരുമാനം 178.83 കോടി രൂപ. 2019, 20, 23, 24 കാലത്ത് സന്ദർശിച്ചത് 69.61 ലക്ഷം സന്ദർശകരാണ്. 64.84 കോടി രൂപയാണ് വരുമാനം. മഹാരാഷ്ട്രയിലെ റാബിയ ദുറാനിയുടെ ഖബർസ്ഥാനാണ് മറ്റൊന്ന്. ഔറംഗാബാദിലുള്ള റാബിയ ദുറാനിയുടെ ഖബർസ്ഥാൻ മുഗൾ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ മകൻ പ്രിൻസ് അസം ഷാക്ക് വേണ്ടി തൻ്റെ മാതാവിൻ്റെ ഓർമ്മയിൽ പണി കഴിപ്പിച്ച ഈ സ്മാരകം 1660 പണി പൂർത്തിയാകുന്നത്. 42.14 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് 2019 മുതൽ 24 വരെ ഇവിടം സന്ദർശിച്ചത്. 68.51 കോടി രൂപയാണ് ഇതിൽ നിന്ന് വരുമാനം നേടിയത്. ഈ കണക്കുകൾ നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വരുമാന വളർച്ചയുണ്ടാകുന്നത് ഇന്നും ഈ സ്മാരകങ്ങളെല്ലാം സഞ്ചാരികളുടെയും ഗവേഷകരുടെയും മറ്റു പൗരന്മാരുടെയും ഇഷ്ടകേന്ദ്രമായതുകൊണ്ടാണ്. സന്ദർശകരുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ടാണ്. മുഗൾ ശേഷിപ്പുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റു കാലത്ത് രാജ്യം മുഗൾ നിർമ്മിതികളെ വീണ്ടും വീണ്ടും സന്ദർശിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്നത് ഒരു ശുഭപ്രതീക്ഷയാണ്. ഈ കണക്കുകൾ നമുക്കും ഭരണകൂടത്തിനും എന്നും ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ.